ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കർക്കിടകം 1-ന് അതായത് സംക്രാന്തിക്ക് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. ലോങ് വീഡിയോ ആണ് കേട്ടോ. അത് കാണാത്തവർ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കുറച്ച് പേരെങ്കിലും അത് കാണാൻ ശ്രമിക്കണം കേട്ടോ. ആ വീഡിയോ കണ്ടിട്ട് കമൻസ് ഒന്ന് ശ്രദ്ധിക്കണേ. ഞാനതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. കർക്കിടകം 1-ന് ഞാൻ ചിക്കനും ദോശയും ഉണ്ടാക്കുന്നതിന് എനിക്ക് കുറച്ച് കമൻസ് വന്നു. എന്താ പറയുക, ഇത് പുതിയ അറിവാണ്, കർക്കിടകം 1-ന് ചിക്കൻ വയ്ക്കുന്നത് പുതിയ അറിവാണ്. ഞങ്ങളുടെ അവിടെ തലേന്നാളാണ് വെക്കുക, അതായത് മിഥുനമാസം ലാസ്റ്റാണ് വെക്കാറുള്ളത്. വീടൊക്കെ വൃത്തിയാക്കിയിട്ട് അന്ന് ചിക്കൻ വെക്കും. കർക്കിടകം 1-ന് കേട്ടിട്ട് പോലും ഇല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ശരിക്കും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. ഏട്ടൻ കുറേ നിർബന്ധിച്ചു, നീ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യും അങ്ങനെ. അപ്പോൾ അതിനിപ്പോൾ ഒരു 7.8K വ്യൂസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോക്ക്. പുതിയ അറിവാണല്ലോ എന്ന് ചിലർ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉണ്ടോ, പുതിയ അറിവാണല്ലോ. അപ്പോൾ ഇങ്ങനെ പറയുന്നതിന് മുമ്പ് ഇങ്ങനെ പാലക്കാട് ഞാൻ എല്ലാവിടെയും പാലക്കാട് മൊത്തം ഇങ്ങനെ തന്നെയാണെന്നല്ല പറയുന്നത്, പാലക്കാട് ചില ഭാഗങ്ങളിൽ മാത്രം. അപ്പോൾ ഒന്ന് അന്വേഷിക്കൂ, പാലക്കാട് ഇങ്ങനെ ഉണ്ടോ. ഇപ്പോൾ എന്തായാലും യൂട്യൂബ് കാണുന്നവർ തന്നെയാണല്ലോ. അപ്പോൾ യൂട്യൂബിൽ കയറി ഒന്ന് സെർച്ച് ചെയ്യുക, എത്ര സമയം വേണം. പാലക്കാട് ചില ഭാഗങ്ങളിൽ കർക്കിടകം 1-ന് ദോശയും ചിക്കനും വെക്കാറുണ്ടോ, നമ്മൾ കാരണവന്മാർക്ക് പൂജ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് അന്ന് വെക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ പറയുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞൂടെ. എന്തിനാ ഈ അറിയാത്ത കാര്യം, എന്തെങ്കിലും കേട്ടത് പാതി കേൾക്കാത്തത് പകുതി വേഗം വന്നിട്ട് പാടില്ല, ഇങ്ങനെ ഇല്ല. ശരി, നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവില്ല, എനിക്ക് തോന്നുന്നു ഒറ്റപ്പാലത്തുനിന്ന് 2-3 പേരുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ശരി, ഒറ്റപ്പാലം ഭാഗത്ത് ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങളുടെ ചില ഭാഗങ്ങളിൽ ഉണ്ടല്ലോ. അപ്പോൾ എന്തിനാ ഈ നിങ്ങളുടെ രീതിയാണ് ശരിയെന്ന് മാത്രം പറയുന്നത്. അതുപോലെ തന്നെ പാലക്കാട് ചില ഭാഗങ്ങളിൽ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതി ശരിയാണല്ലോ, നിങ്ങളുടെ രീതി ശരിയെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ രീതി ശരിയല്ലേ. അപ്പം നമ്മൾ ചെറുപ്പം മുതൽ ജനിച്ച് വളർന്ന് കാണുന്നത് ഇങ്ങനെയാണ്. എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരുടെയും ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് ഏട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇവിടെ സൗണ്ട് കുറയ്ക്കും, ഏട്ടൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ അവിടെയും ഉണ്ട്. അപ്പം പാലക്കാട് ചില ഭാഗങ്ങളിൽ ഉണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഞാൻ കൊടുഞ്ഞിരപ്പള്ളി ഭാഗം കേട്ടോ, ഏട്ടൻ ആലത്തൂർ. അപ്പോൾ ഈ കൊല്ലംകോട് ആ ഒരു ഭാഗത്ത് നെന്മാറ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ എന്തിനാ ഈ അറിയാത്ത കാര്യം അറിയുന്നത് പോലെ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ കമൻ്റ് ഇടുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവരോട്, നിങ്ങളിങ്ങനെ കമൻ്റ് ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ കമൻ്റ് ഇടുമ്പോൾ ചിലപ്പോൾ ഇത് ശരിയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് തെറ്റായി മാറുമോ എന്ന് ചിന്തിച്ചിട്ട് കമൻ്റ് ഇടുന്നതല്ല നല്ലത്. ഇപ്പം ഞാനൊക്കെയാണെന്ന് വെച്ചാൽ ഒരാളൊക്കെ എന്തെങ്കിലും കമൻ്റ് ഇടാന്ന് വെച്ചാൽ ഒന്ന് ആലോചിക്കും. ഒരു പക്ഷെ അവർ ചെയ്യുന്ന രീതി ഒന്നുമില്ലാതെ അവരങ്ങനെ ചെയ്യില്ല, അതുകൂടെ നോക്കണം കേട്ടോ. ഒന്നുമില്ലാതെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ അവരങ്ങനെ ചെയ്യണമെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടാവും എന്ന് ചിന്തിച്ചൂടെ. ഞാനൊക്കെ ഒരാൾക്ക് കമൻറ്റ് ചെയ്യണേ നല്ലപോലെ ആലോചിച്ചിട്ടേ ചെയ്യാറുള്ളൂ. കാരണം നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് പിന്നെ നാളെ നമുക്ക് ദോഷം വരാൻ പാടില്ലല്ലോ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നേ പറയുള്ളൂ, വേറെ ഒന്നും ഞാൻ പറയണില്ല. ഞാനിപ്പോൾ ഇത് ദേഷ്യപ്പെട്ടിട്ടോ ഞാൻ അങ്ങനെ ഭയങ്കര എന്തോ പോലെ പറയുന്നു എന്നൊന്നും വിചാരിക്കല്ലേ. ഒരാൾക്ക് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ചെയ്യുന്ന കാര്യം അത് സത്യം തന്നെയാണോ എന്ന് ചിന്തിച്ചിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ സ്ക്രീൻഷോട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. അതിൽ പറഞ്ഞിരിക്കും, അവർ പറയുന്നത് ഞാൻ ചെയ്ത കാര്യങ്ങൾ ശരിയല്ല, നിങ്ങൾക്ക് തെറ്റി, അതായത് എനിക്ക് തെറ്റി എന്നൊരു വാക്ക് അവർ പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പാലക്കാട്ടുകാർ തന്നെയാണോ എന്നാ മറ്റേ പാലക്കാട്ടുകാർ തന്നെയാണോ എന്നൊരു പുച്ഛമാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ വ്യക്തിയാണ്, വീഡിയോ കാണുന്നവരല്ല കേട്ടോ, ഈ പറഞ്ഞത് ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരോട് ഞാൻ പറയണു, നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞാൽ, കാരണം അവർ തലേന്നാളാണ് ചെയ്യുമെന്ന് പറയണു. അപ്പോൾ നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ. ഞാൻ പറയുന്നു നിങ്ങൾക്കാണ് തെറ്റിയത്, തലേന്നാളല്ല. ഞാൻ ചെയ്യുന്നത് പോലെ 1-ാം തീയതിയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്ത് തലേന്നാൾ ശരിയല്ല, നിങ്ങൾക്ക് തെറ്റി എന്ന് പറഞ്ഞ് സമ്മതിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, നിങ്ങൾക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ലല്ലോ. കാരണം എന്താണ്, നിങ്ങൾ കണ്ടു വളർന്നത് ആ രീതിയായിരുന്നു. പണ്ട് മുതലേ നിങ്ങൾ ജനിച്ചു വളർന്ന നാൾ മുതൽ അത് കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ശരിയെന്ന് നിങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ പാലക്കാട്ടിൽ ഞാൻ വീണ്ടും പറയുന്നു, പാലക്കാട് എല്ലാവരുടെയും ഈ രീതിയല്ല, ചില ഭാഗങ്ങളിൽ മാത്രം, വീണ്ടും വീണ്ടും പറയുന്നു, ചില ഭാഗങ്ങളിൽ മാത്രം, അതായത് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവസാനിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളത് ചെറുപ്പം മുതലേ കണ്ടു വന്നതുകൊണ്ട് നിങ്ങളത് ഫോളോ ചെയ്യുന്നു. ഓക്കെ, ചെയ്തോളൂ, ഞാനൊന്നും പറയുന്നില്ലല്ലോ. അതുപോലെ ഞാൻ കണ്ടു വളർന്നത് ഇതാണ്. അപ്പം ഞാനിത് കണ്ട് ഞാനത് ഫോളോ ചെയ്യണു. ഇനിയിപ്പോൾ നാളെ എൻ്റെ മക്കളും ചിലപ്പോൾ ഇതായിരിക്കും ഫോളോ ചെയ്യുക, അങ്ങനെയല്ല വേണ്ടത്. അതിന് പകരം നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞത്, ഞാൻ ചെയ്തത് നിങ്ങൾക്ക് തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. എന്താ നിങ്ങൾക്കത് പറയാൻ എന്താ അവകാശമുള്ളത്? എന്തിന് ധൈര്യത്തിലാണ് തെറ്റിപ്പോയി എന്നൊരു വാക്ക് പറഞ്ഞത്? അല്ലെങ്കിൽ എന്ത് പറയണം, നിങ്ങൾക്ക് തെറ്റിയതായിരിക്കുമോ,
ചിലപ്പോൾ അത് അറിയാണ്ട് പറ്റിയതാണോ അങ്ങനെ ചോദിക്കാം. അവർ പറയുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, നിങ്ങൾ പാലക്കാട്ടുകാർ തന്നെയാണോ എന്ന് നിങ്ങളുടെ ഒരു ചോദ്യം. ഇങ്ങനെ ശരിയാണോ? അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇതൊക്കെ ഉണ്ടോ എന്ന് പറയുന്നതിന് തെറ്റില്ല. പക്ഷെ അവർ ആവർത്തിച്ചാണ് പറയുന്നത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. നിങ്ങൾക്ക് എന്താ അവകാശം? ഞാൻ നിങ്ങളെ ഒന്നും പറയുന്നില്ലല്ലോ. അതുപോലെ ഇപ്പം മറ്റുള്ളവർ ആരെങ്കിലും തലേനാൾ ചെയ്ത വീഡിയോ ഞാൻ കണ്ടിട്ട് നിങ്ങൾ എന്തിനാ തലേനാൾ ചെയ്തത്, ശരിയല്ല, നിങ്ങൾ പാലക്കാട്ടുകാർ തന്നെയാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ അവർ വിട്ടുതരുമോ? ഇല്ലല്ലോ. അതുപോലെ നിങ്ങൾ 1-ാം തീയതി എന്തിനാ ചെയ്ത് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാനത് വിട്ടുതരുമോ? പറ്റില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് തെറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മാറ്റാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ ആചാരം, ഞങ്ങളുടെ വിശ്വാസമാണ്. ഇത് ഒരാളല്ല കേട്ടോ. എനിക്കിപ്പോൾ എന്താ തോന്നുന്നു വെച്ചാൽ ഈ ഒരേ കാര്യം ഒരുപാട് പേര് പറയുന്നു. ഒരുപാട് പേര്, ഒരാൾ മാത്രം പറയാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ല. ഒരുപാട് പേര് ഒരേപോലെ പറയുന്നു ഞാൻ ചെയ്തത് ശരിയല്ല എന്നുള്ളത്. അതെങ്ങനെ സമ്മതിച്ചിടാൻ പറ്റും? കാരണം ഞങ്ങളുടെ ഭാഗത്ത് ഞാൻ മാത്രമല്ല, ഇപ്പോൾ യൂട്യൂബിൽ എന്നെപ്പോലെ ഒരുപാട് പേര് 1-ാം തീയതി ഇതേപോലെ ഷോർട്സ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവരുടെയൊക്കെ വീഡിയോ പോയി കണ്ടിട്ട് അവർക്കൊക്കെ ഇതുപോലെ അയക്കോ? പറ്റില്ലല്ലോ. അവർ നിങ്ങളുടെ കൊങ്കാലിയിടും. കാരണം അവരും എന്നെ പോലെ പണ്ട് മുതലേ ചെയ്തു വരുന്നതാണ്. ചില ഭാഗങ്ങളിലുള്ളവർ, ഞങ്ങളുടെ ഭാഗങ്ങളിലുള്ളവർ, ഇവരൊക്കെ പോയിട്ട് നിങ്ങൾ മാറ്റാൻ പറ്റും? നിങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റുമോ? ഈ ആചാരങ്ങളും വിശ്വാസവും നിങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ, പറ്റില്ല. നിങ്ങൾ അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രീതിക്ക് ചെയ്യ്. ഇത് ശരിയല്ല എന്ന് ആവർത്തിക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല കേട്ടോ. ശരി, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാം. അറിയില്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കാം. അത് ഒരു ന്യായമായിട്ടുള്ള ചോദ്യമാണ്. അതിന് നല്ല രീതിക്ക് മറുപടി തരാം. ചെയ്തത് ശരിയല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശം ഇല്ല കേട്ടോ. എന്താ ഇതൊക്കെ വിട്ടുതരാൻ പറ്റില്ലല്ലോ. പിന്നെ പാലക്കാട്ടുകാർ തന്നെയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് തീരെ ഇഷ്ടമായിട്ടില്ല. കേട്ടറിവില്ല, പുതിയൊരു അറിവാണല്ലോ ഇതൊക്കെയാണ് പറയുന്നത്. ഒരുപാട് പേര് ഒരേപോലെ പറയുന്നു പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും വിഷമമായത്. 1-2 ആളെ ശരി ഞാൻ തട്ടിക്കളയും. കുറേ പേര് പറഞ്ഞപ്പോൾ എന്താ ഇവർ ഈ പാലക്കാട്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പാലക്കാട്ടുകാർ തന്നെയാണോ? പാലക്കാട് ഇത്രയും ജനിച്ച് വളർന്നിട്ട് നിങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലേ? എന്നോട് പാലക്കാട്ടുകാരിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ അങ്ങോട്ട് ചോദിക്കുക, പാലക്കാട് ഇരുന്നിട്ട് ഇതൊന്നും അറിയില്ലേ? അപ്പോൾ ചില ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ളത് അറിയില്ലേ? ഇനിയെങ്കിലും അറിയാൻ ശ്രമിക്കൂ കേട്ടോ. വെറുതെ കമൻറ്റ് ഇടാൻ മാത്രം ഇൻട്രസ്റ്റോടുകൂടി വരുന്നില്ലേ? ആ ഇൻട്രസ്റ്റ് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടെ കാണിക്കും. കുറച്ചൊക്കെ മനസ്സിലാക്കുക കാര്യങ്ങൾ എല്ലാം അവിടെ ഉണ്ടോയെന്ന്. അപ്പോൾ നിങ്ങളോട് ഈ കമൻറ്റ് ഇട്ടവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. വീഡിയോ കാണുന്നവരോടല്ലേ. ഈ കമൻറ്റ് ഇട്ട ഒരു 6-7 പേരുണ്ട് തോന്നുന്നു. അവരോട് പറയുന്നു, ഇനിയെങ്കിലും ഒരാൾക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ആ രീതി ശരിയാണോ എന്ന് അന്വേഷിച്ചിട്ട് ഇടുക. വെറുതെ ഒരു പ്രശ്നം വലിച്ചൊഴിക്കണ്ടല്ലോ. നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി പറയുന്നത്. കമൻറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കൂ കേട്ടോ. അപ്പോൾ ചിലർ അതിൽ വന്നിട്ട് ഞാനും പാലക്കാടാണ്, കുറേ പേര് പാലക്കാടുള്ളവർ തന്നെ വന്നിട്ട് ഞാനും പാലക്കാടാണ്, ഇത് കേട്ടിട്ടില്ല, ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വന്ന് പറയുന്നുണ്ട്. അതന്നെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. പാലക്കാട് എല്ലാ ഭാഗത്തും ഇല്ല, ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. പിന്നെ കർക്കിടക മാസത്തിലൊക്കെ രാമായണ മാസമല്ലേ, അപ്പോൾ ആരെങ്കിലൊക്കെ ഇങ്ങനെ ചിക്കൻ വെക്കുമോ എന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ രാവിലെ ബുക്കൊക്കെ വെച്ചിട്ട് അതിന് ശേഷമാണ് ചിക്കൻ വാങ്ങാൻ പോയത്. കാരണം ചിക്കനൊക്കെ മേടിച്ച് വന്നിട്ട് പിന്നെ നമ്മൾ ചിക്കൻ കഴിച്ചിട്ട് ദോശയും ചിക്കനും കഴിച്ചിട്ട് പിന്നെ എനിക്ക് രാമായണ പുസ്തകം അവിടെ വയ്ക്കാൻ പറ്റില്ലല്ലോ. അതിന് മുന്നേ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല ഈശ്വര വിശ്വാസിയാണ് കേട്ടോ. ഇങ്ങനെ ചിക്കനും ഇവരുടെയൊക്കെ വിചാരം ഞാൻ ആ ചിക്കനും കഴിച്ചിട്ട് രാമായണ പുസ്തകവും വായിക്കും, പിറ്റേ ദിവസം മീനും ഇറച്ചിയും മട്ടനൊക്കെ വെക്കും, അന്നും രാമായണം വായിക്കുന്നതാണ് നിങ്ങളുടെ ചിലവരുടെ ധാരണ. അങ്ങനെയല്ല, ഞാൻ 1-ാം തീയതി മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത്രയും ദിവസമായിട്ട് ഞാൻ ഈ വീട്ടിൽ ഒരു സാധനം ഞാൻ വെച്ചിട്ടില്ല. എന്താ പറയുക, മുട്ട പോലും, ഒരു ഓംലെറ്റ് പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് വരയ്ക്കും. അറിയോ, ഇന്ന് സൺഡേ ആയിട്ട് പോലും ഞാൻ ഇന്ന് ഫ്രൈഡ് റൈസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അത്ര വിശ്വാസമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഡേ മാത്രമേ ഞാൻ ചിക്കൻ വെച്ചിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ എന്തായാലും പൂജ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു രീതിക്ക് പോകണമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ്. നിങ്ങളിങ്ങനെ സ്വയം നിങ്ങൾ തന്നെ എല്ലാം വിചാരിച്ചിട്ട് വരുന്ന പറയുന്നത് ശരിയല്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഒരു കമൻറ്റ് ഇടുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കൂ. ഇങ്ങനെ വല്ല ആചാരങ്ങളോ വിശ്വാസങ്ങളോ ഉണ്ടാവും. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല ആചാരവും പല വിശ്വാസമല്ലേ. പണ്ട് മുതലേ ഉള്ള വിശ്വാസങ്ങൾ നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ തന്നെ കൊണ്ട് വിശ്വാസങ്ങൾ മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. ഈ പറയുന്ന ആളെ കൊണ്ട് മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. ഈ താഴ്ന്നു പറയുന്നത് വീഡിയോ കാണുന്നവരല്ല കേട്ടോ ഞാൻ പറയുന്നത്, എനിക്ക് കമൻറ്റ് ചെയ്ത ആൾക്കാരാണ് പറയുന്നത്. നിങ്ങളെ കൊണ്ട് ആചാരങ്ങൾ മാറ്റാൻ പറ്റുമോ? വിശ്വാസങ്ങൾ മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നെ കൊണ്ട് പറ്റുമോ?
ഇല്ലല്ലോ. ഇവരുടെയൊക്കെ വിചാരം എന്താണെന്നറിയോ, ഈ 2025 ഞാൻ ഇറക്കിയ ആചാരങ്ങളാണ് എന്നുള്ള മട്ടിലായിരുന്നു അവരുടെ വർത്തമാനം. കാരണം ഇതൊക്കെ പുതിയ അറിവാണല്ലോ എന്ന് പറയുന്നതിന്റെ അർത്ഥം അവർ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഇറക്കിയ പുതിയ ആചാരങ്ങൾ. അങ്ങനെയല്ല. അപ്പൊ ഈ പറഞ്ഞവർ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഈ കമന്റ് ഇടുന്നതിന് മുന്നേ ഒന്ന് സെർച്ച് ചെയ്തിട്ട് കമന്റ് ഇടായിരുന്നു. അപ്പോൾ ഒന്ന് അന്വേഷിക്കൂ കേട്ടോ, ഇത് ഉണ്ട്. ഇനിയെങ്കിലും ഒരാൾക്ക് കമന്റ് ചെയ്യണ സമയത്ത് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് കമന്റ് ഇടാം. ആ ഇട്ട് കമന്റ് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. ഇത് നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ അനാവശ്യ വർത്തമാനങ്ങളുടെ ആവശ്യമില്ല കേട്ടോ. നിങ്ങളുടെ നാട്ടിലില്ലെങ്കിൽ വേണ്ട, ഞങ്ങളുടെ നാട്ടിൽ അതുണ്ട്. അപ്പം നമ്മൾ അതുപോലെ ഫോളോ ചെയ്യുക. നമ്മൾ കണ്ടു വളർന്നത് എന്താണോ അത് നമ്മൾക്ക് ഫോളോ ചെയ്യണമല്ലോ. ഞാൻ ഇതാണ് കണ്ടു വളർന്നത്, അപ്പം എനിക്ക് ഇങ്ങനെ ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ. ഇനി എന്നെ കൊണ്ട് ഈ രീതി മാറ്റാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ ഓരോ വീട്ടിൽ ചിലതും ചെയ്യാത്തതൊക്കെ ഞാൻ ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോ വിശ്വാസങ്ങളാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ അങ്ങനെ രാമായണ പുസ്തകമൊന്നും എൻ്റെ വീട്ടിൽ ഇല്ല. അമ്മയൊന്നും അങ്ങനെ വായിക്കിട്ട് ഞാൻ കണ്ടിട്ടുമില്ല, ചെറുതുമില്ല. പക്ഷെ ഞാൻ വായിക്കാറുണ്ട്. അത് നമ്മൾ വളരെ നമുക്കതിൻ്റെ വിശ്വാസങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യും. എന്ന് വെച്ച് ഇങ്ങനെ തെറ്റായതൊക്കെ പറയുന്നത് വളരെ മോശമായ പരിപാടിയാണ്. അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞൊന്നുമല്ല. ഇനിയിപ്പോൾ ഞാൻ എന്തോ വലിയ ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നൊന്നും പറയല്ല. പാലക്കാട് ഉള്ളവർ തന്നെ ഒരുപാട് കമന്റ് ചെയ്തപ്പോഴാണ് എനിക്ക് പാലക്കാട് ആയിട്ടും ചില ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളത് എന്തുകൊണ്ട് അവർക്ക് അറിയുന്നില്ല. ഈ കമന്റ് ഇടാനൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ. അപ്പോൾ അത് അന്വേഷിച്ചൂടെ? അത്രേ ഉള്ളൂ. ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമല്ല, ശരിക്കും എനിക്ക് പറയണം തോന്നി. കാരണം നമുക്ക് പറയാനുള്ള കാര്യം പറയണമല്ലോ. വെറുതെ വന്നിട്ട് നമ്മുടെ വീട്ടുകാരി നമ്മളങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളോട് ഒരാൾ ചെല്ലില്ലാത്ത രീതിയിൽ സംസാരിച്ചാൽ നല്ലപോലെ റിയാക്ട് ചെയ്യണം. ഞാൻ റിയാക്ട് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. താങ്ക് യു.